ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം ചാലക്കുടിയിലത്തെ പള്ളിപ്പെരുന്നാൾ കാണാൻ പോയ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വെള്ളി, ശനി, ഞായർ, തിങ്കളായിരുന്നു പള്ളിപ്പെരുന്നാൾ. ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരമാണ് പോയത്. ഞങ്ങൾ ആദ്യം തന്നെ ടൗണിലുള്ള പന്തൽ കാണാനാണ് പോയത്. അവിടെ കുറച്ച് നേരം ചെന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായി. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കാണാൻ. കുട്ടികൾ താഴെ ഒരു രൂപ കൂടുണ്ടായി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പന്തലിന് താഴെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ആനിമൽസിനൊക്കെ വെച്ചിട്ടുണ്ടായി. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ആനക്കുട്ടനെ നിർത്തിയേക്കണം കേട്ടോ. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പള്ളിയുടെ സൈഡിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായി. അവിടെ ഏറ്റവും വലിയ യന്ത്രൂഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യണ്ടായേ. അപ്പോൾ ഞാനും അമ്മയും അതിൻ്റെ ഉള്ളിൽ കയറാൻ തീരുമാനിച്ചു. ശ്രീമോളും ആദിക്കുട്ടനും അവരുടെ കുഞ്ഞു റൈഡുകളിൽ കയറാൻ പോയി. പക്ഷെ അവരെ കഴിഞ്ഞു വന്നിട്ടും ഞങ്ങൾ കയറിയിട്ടുണ്ടായില്ല. അതുപോലെ തിരക്കായിരുന്നു. ശ്രീമോൾക്ക് കയറണം എന്ന് പറഞ്ഞ് വാശിയായിട്ട് അവളെയും കൂടെ കൂട്ടി. പക്ഷെ അവൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല. അവൾ വളരെ കൂളായിട്ടാണ് അവൾ ഇരുന്നത്. പിന്നെ ആൾക്കാരെ കയറ്റി ഇറക്കണം കാരണം സ്പീഡ് കുറവായിരുന്നു. അത് കാരണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പതുക്കെയാണ് മുകളിലേക്ക് പോയത്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഭയങ്കര പേടിയാണ്. ഫോൺ ഓഫാക്കി വെച്ച് കണ്ണും പൂട്ടി ഉള്ള ദൈവങ്ങളൊക്കെ വിളിച്ചിട്ടാണ് ഇരിക്കുക. എന്നാലും ഞാൻ എൻ്റെ അമ്മയെ ഏത് ഉത്സവത്തിനും പൂരത്തിനും പോയാലും ഇതിൽ ചാടി വലിഞ്ഞ് കയറും ചെയ്യും. പിന്നെ ഒന്ന് സ്പീഡ് കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. താഴെ ചേട്ടനും അച്ഛനൊക്കെ ടാറ്റൊക്കെ കൊടുത്തു. ആദ്യക്കൂട്ടന് പേടിയായിട്ടാവും വന്നില്ല. ഞങ്ങൾ ഇറങ്ങിയതും വെടിക്കെട്ട് തുടങ്ങി. ഇത് ഞായറാഴ്ച വൈകുന്നേരത്തെ വെടിക്കെട്ടാണ്. തിങ്കളാഴ്ചത്തെ വെടിക്കെട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവസാനം കുടകൾ കുറേ വിരിഞ്ഞു. കുറച്ച് മാത്രമേ അത് വീഡിയോ എടുക്കാൻ കിട്ടിയുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വന്നു. കുറച്ച് നേരം അവിടെ നിന്നു. നല്ല തിരക്കായിരുന്നു. നാളെ ഇതിനും തിരക്കായിരിക്കും. പിന്നെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബക്കറ്റ് ബിരിയാണി. അമ്മ വന്നപ്പോൾ അത് അമ്മ എനിക്ക് മേടിച്ചു തന്നു. ഞങ്ങളതെല്ലാവരും കഴിച്ച് വേഗം കിടന്നു.